Download now. CC Learning App. നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ ഡേറ്റ് വന്നു. ആദ്യം കൺഫർമേഷൻ ഡേറ്റ് വന്നു, പിന്നെ പരീക്ഷാ തീയതി വന്നു. എല്ലാവരും പരീക്ഷാ ചൂടിലാണ്. ഈ പരീക്ഷയ്ക്ക് പഠിക്കണ്ടേ? ഈ പരീക്ഷയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? 3000-ഓളം അഡ്വൈസ് പോയൊരു പരീക്ഷയാണ്. നല്ല കട്ട് ഓഫ് ഉണ്ട് ഈ പരീക്ഷയ്ക്ക്. സോ പഠിക്കണം, ജോലി കിട്ടും. പഠിച്ചാൽ ജോലി കിട്ടുമെങ്കിൽ ഒന്ന് ശ്രമിക്കണമല്ലോ, ശ്രമിക്കണം. അതിനാദ്യമായിട്ട് എന്തറിയണം? എന്താണ് പ്രിലിംസിന്റെ സിലബസ്, എന്താണ് മെയിൻസിന്റെ സിലബസ്? കാരണം എന്താ? കമ്പനി ബോർഡ് LGS 7th 7ാം ക്ലാസ് പഠിക്കുന്ന പരീക്ഷയാണെങ്കിലും 10th പ്രിലിമിനറിയുടെ കൂടെയാണ് ഈ പരീക്ഷ ഇത്തവണ നടക്കുക. 10th പ്രിലിമിനറിയുടെ കൂടെ ഈ പരീക്ഷ നടക്കുമ്പോൾ മെയിൻസ് വീണ്ടും നടത്തുന്നുണ്ടാവും. 10th പ്രിലിമിനറി ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. അതോടൊപ്പം തന്നെ മെയിൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് 2 സിലബസിലും എന്നൊന്ന് പറഞ്ഞു തരിക. CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവര് CCയുടെ ആപ്പിൽ കയറി നോക്കുക. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അവിടെ കറണ്ട് അഫയേഴ്സ്, ബാക്കി കണ്ടന്റ് PDF എല്ലാം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, നമ്മുടെ LGSന്റെ കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി നമുക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു LGS പഠിക്കുന്ന കുട്ടി എന്തറിഞ്ഞിരിക്കണ്ടേ? സിലബസ് അറിഞ്ഞിരിക്കണം. എന്തെല്ലാം ഭാഗങ്ങളാണ് സിലബസിൽ ഒഴിവാക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന 10th പ്രിലിമിനറിയുടെ സിലബസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 60 മാർക്കിനുള്ള ജനറൽ അവയർനെസ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം, സയൻസ്, ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും, ഇങ്ങനെ 3ആയിട്ട് തിരിച്ച ഈ സിലബസിൽ എന്തെല്ലാം ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്? സോ നമുക്ക് 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് സിലബസ്, രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ജയവും തോൽവിയും എന്ത് ബേസ് ചെയ്തിട്ടിരിക്കുന്നത്? നമ്മുടെ പ്രിപ്പറേഷൻ ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ 2 കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഒന്ന് സിലബസ്, എന്താണ് നിങ്ങളുടെ ട്രൂ പ്രിപ്പറേഷൻ, നിങ്ങളുടെ തയ്യാറെടുപ്പിന്റെ മെയിൻ ഘടകം എന്താണ്? ഒന്ന് സിലബസ് മനസ്സിലാക്കിയാണോ പഠിക്കുന്നത്? 2 പേരെ നോക്കിയാൽ മതി. ഒന്ന് സിലബസ് മാത്രം മതിയോ? പോരാ, ഒരാളും കൂടെ വേണം. കാര്യം LDCയും LGS ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ മലയാളം ഇംഗ്ലീഷിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ LGS എന്താണെന്ന് അറിയണമെങ്കിൽ ആരെ കണ്ടുപിടിക്കണം? അവിടെ വേറൊരു ആളിലേക്ക് വരാണ്. രണ്ടാമത്തെ മേജർ ആള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മുൻവർഷ ചോദ്യങ്ങൾ. ഈ സിലബസിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെയും നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രിപ്പയർ ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഫാക്ച്വൽ ചോദ്യങ്ങളാണോ, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുക, ആനുകാലിക ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണ്. ഓക്കെ, ആനുകാലിക ചോദ്യങ്ങളിൽ തന്നെ സ്പോർട്സ് കൂടുതലുണ്ടോ, അവാർഡ്സ് കൂടുതലുണ്ടോ, ഇതെല്ലാം മനസ്സിലാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ലെവലിലുള്ള ഫാക്കൽറ്റീസ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് എവിടെയാ? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി, ഈ സിലബസ് മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പഠിക്കേണ്ടത് മാത്രം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളോട് വേറെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് മനസ്സിലാക്കുക, ഈ 3 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഇനി പ്രിലിംസിന് വേറെ സിലബസ്, മെയിൻസിന് വേറെ സിലബസ് അല്ലേ? പ്രിലിംസിന് വേറെ സിലബസ്, മെയിൻസിന് വേറെ സിലബസ്. അങ്ങനെ വരുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? പ്രിലിമിനറിയുടെ സിലബസിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം. പ്രിലിമിനറിയുടെ സിലബസിലുള്ള കാര്യങ്ങൾ, ഒന്നാമത്തത് എന്താ? ആനുകാലികം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ഏരിയ, അവിടെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ കായിക മേഖല, സാഹിത്യ മേഖല, അങ്ങനെ ആനുകാലികം എന്ന് വിളിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഏരിയ. ആ ഏരിയക്ക് വരുന്നു 10 മാർക്ക്. കറണ്ട് അഫെയറിന് 10 മാർക്ക്, മെയിൻസ് ആവുമ്പോൾ മാറ്റം വരും. കറണ്ട് അഫെയറിന് 10 മാർക്ക്. ഈ മാറ്റമാണ് മനസ്സിലാക്കേണ്ടത്. പ്രിലിംസിലെ മെയിൻസിലെ ഈ മാറ്റം മനസ്സിലാക്കി പഠിക്കാം നമുക്ക്. ഓക്കെ, ഇനി ഏകദേശം ഒരു 75 ദിവസം നമ്മുടെ മുന്നിലുള്ളത്. ഈ 75 ദിവസത്തിനെ കറക്റ്റാക്കി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാ. നോക്കിക്കോളൂ, 10 മാർക്ക് ആനുകാലികമായി. ഇനി ഭൂമിശാസ്ത്രപരമായ ഇന്ത്യയുടെ പ്രത്യേകതകൾ. ഓക്കെ, അതില് അതിരുകള്, ഊർജ മേഖലകള്, ഗതാഗത വാർത്താവിനിമയ മേഖലകള്, പുരോഗതി, പ്രധാന വ്യവസായം എന്നിവയൊക്കെയാ ചോദിക്കുക. ഏകദേശം നമുക്ക് അതിനെ വിളിക്കാം ജോഗ്രഫി എന്ന് വിളിക്കാം. ഇന്ത്യൻ ജോഗ്രഫി വരുന്നു. തൊട്ടുപുറകെ എന്ത് വരുന്നു? രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് മോഡേൺ ഹിസ്റ്ററി എന്ന് വിളിക്കുന്ന പാർട്ട്, ഇന്ത്യയുടെ മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, ഇന്ത്യയുടെ മോഡേൺ ഹിസ്റ്ററി. സോ ഏതൊക്കെ പാർട്ട് നമ്മൾ പറഞ്ഞു? ഇതാ കറണ്ട് അഫെയർ വരുന്നു, ജോഗ്രഫി വരുന്നു, മോഡേൺ ഹിസ്റ്ററി വരുന്നു. തീരുന്നില്ല, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും 10 മാർക്ക് വെച്ചിട്ടോ. ഇവിടെ ഒരു 10 മാർക്ക്, ഇവിടെ ഒരു 10 മാർക്ക്, ഇവിടെ ഒരു 10 മാർക്ക്, അങ്ങനെ 30 മാർക്ക് ഇവിടെ സെറ്റായി. അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കാതെ? ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്തു വന്നു? ഭരണഘടന അല്ലെങ്കിൽ പൊളിറ്റി വന്നു, ഭരണഘടന വന്നു.
വീണ്ടും 10 മാർക്ക് ഭരണഘടനയ്ക്ക് പോയി. അടുത്തത് നദികൾ. കേരളത്തിലെ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ. കേരള ജോഗ്രഫി, കേരള ഭൂമിശാസ്ത്രം, കേരള ജോഗ്രഫി വീണ്ടും 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ. കേരള ചരിത്രം, കേരള നവോത്ഥാനം, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ. സോ കേരള ഹിസ്റ്ററി, കേരള ചരിത്രം. സോ ബേസിക്കലി എന്ത് സംഭവിച്ചു അവിടെ വന്നത് എന്തൊക്കെയാ? ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, പൊളിറ്റി. ഓക്കെ, ആനുകാലികം. അങ്ങനെ 60 മാർക്ക് ആനുകാലികത്തിന് അവിടെ പോയി. അവിടെ എക്കണോമിക്സ് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല, ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ മാക്സിമം ശ്രമിച്ചു. ഇവിടെ നിന്ന് ഫുള്ള് മാർക്ക് വാങ്ങിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏത് നിങ്ങൾ കളയാൻ പാടില്ല, നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഈ 10 മാർക്കില് 10ല് 9 മാർക്കെങ്കിലും വാങ്ങിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വാങ്ങിക്കാൻ പറ്റണം. എന്തുകൊണ്ടാ? പഠിച്ചാൽ തീരാവുന്ന ടോപ്പിക്കുകളെ ഇവിടെ ചോദിക്കാനുള്ളൂ. ആകെ 1, 2, 3, 4, 5, 6, 7 ടോപ്പിക്കുകൾ. അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ട്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ. വ്യക്തമായിട്ട് പഠിച്ചാൽ ഈ 10ൽ 10 മാർക്കും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബയോളജിയുടെ കാര്യം, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിന്റെ കാര്യം. ഇനി മുന്നോട്ട് പോയാൽ ഫിസിക്കൽ സയൻസിൽ വരുന്നത് മെയിൻ ആയിട്ട് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി വരുന്നുണ്ട്. ഫിസിക്കൽ സയൻസ് വീണ്ടും 10 മാർക്ക്, ഏകദേശം 80 മാർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി ഈ 80 മാർക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ, ഈ 80 മാർക്കിനേക്കാൾ കൂടുതൽ ദാ ഇവിടെ വരുന്ന 20 മാർക്ക്, ലഘുഗണിതമായാലും പിന്നെ റീസണിങ് നിൽക്കുന്ന മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, ഈ 10ഉം 10ഉം 20 മാർക്ക്. ഈ 20 മാർക്കിൽ 1 മാർക്ക് പോലും നിങ്ങൾ കളയരുത്. ഇവിടെയാണ് നിങ്ങളുടെ ജയവും തോൽവി ഇരിക്കുന്നത്. ഈ മാർക്ക് കളയുന്നവൻ പ്രശ്നക്കാരനാണ്. ഈ 20 മാർക്ക് കയ്യിൽ നിന്ന് പോയാൽ പ്രശ്നമാണ്. കാര്യം എന്താ? സീരിയസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇതിൽ ഓരോ മാർക്കും പോവാതിരിക്കാൻ ശ്രമിക്കും. ഡേ 1 മുതൽ, 1ാമത്തെ ദിവസം മുതൽ ഇന്നേക്ക് 75ാമത്തെ ദിവസം വരെയും നിങ്ങൾ എല്ലാ ദിവസവും നോക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് മാത്സ് ആണ്. കാര്യം എന്താ? 20 മാർക്കാ. 20 മാർക്കാന്നുള്ളതല്ല അവിടുത്തെ പോയിന്റ്. പിന്നെ എന്താ പോയിന്റ്? ആ മാർക്ക് കളഞ്ഞാൽ എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ ആ മാർക്ക് കളയില്ല, എൻ്റെ ഇപ്പുറത്തിരിക്കുന്നവനും ആ മാർക്ക് കളയില്ല. ഞാൻ ആ മാർക്ക് കളഞ്ഞാൽ ഞാൻ കോമ്പറ്റീഷന് പുറത്താവും. പേടിക്കണോ? പേടിക്കണം. പക്ഷെ എങ്ങനെ പേടിക്കണ്ടേ? പഠിച്ചുകൊണ്ട് പേടിച്ചോ. നിങ്ങൾ പഠിച്ചോ, ചെറിയ പേടിയൊക്കെ ഉണ്ടാവുന്നത് തെറ്റില്ല. ഈ 20 മാർക്ക് ഓരോ ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി ടിക്കിട്ട് വേണം പഠിക്കാൻ. സോ ഈ 20ൽ 20ഉം മുകളിലത്തെ ബയോളജിയുടെ 10 മാർക്കും കിട്ടിയേ പറ്റൂ. അത് എളുപ്പം കിട്ടുന്ന മാർക്കാ. പ്രാക്ടീസ് മാത്രം മതി കിട്ടുന്ന മാർക്കാ. ഇവിടെ കൊണ്ട് പ്രിലിംസിന്റെ സിലബസ് കഴിഞ്ഞു. ഇനി മെയിൻസിന്റെ സിലബസ് വരുമ്പോൾ എന്താ മാറ്റം വരുന്നത്? മെയിൻസിന്റെ സിലബസ് വരുമ്പോൾ എന്ത് മാറ്റം വരുന്നത്? ഏതാ? ഇവിടെയും ആനുകാലിക വിഷയങ്ങളുണ്ട്. പക്ഷെ എന്താ? 20 മാർക്കിനാ. ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എത്ര പേർക്ക് അറിയാമായിരുന്നു? കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതും കമന്റ് ചെയ്യുക. ഞങ്ങൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാവും. എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിയതാ? ഇവിടെ സയൻസിന്, പൊതുജനാരോഗ്യത്തിന് എത്ര മാർക്കാ? 10 മാർക്കാ. ഇനി നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്ക്, ഈ 10 മാർക്ക് കിട്ടാൻ എളുപ്പമല്ലായിരിക്കും. ജോഗ്രഫി എന്ന് പറയുന്ന വിഷയം, കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം വളരെ വാസ്റ്റ് ആണ്. ആ 10 മാർക്ക് വാങ്ങിക്കാനാണോ എളുപ്പം, അതോ ഈ പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക് വാങ്ങിക്കാനാണോ എളുപ്പം? ഇനി ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിയുടെ 10 മാർക്ക് വാങ്ങിക്കാനാണോ എളുപ്പം? റീസണിങ് പോലുള്ള പരീക്ഷയുടെ 10 മാർക്ക് വാങ്ങിക്കാനാണോ എളുപ്പം? ചോദ്യങ്ങളുടെ റീസണിങ് ആണ്. കാര്യം എന്താ? നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മതി. മറ്റത് എത്ര കാണാതെ പഠിച്ചാലാ? പെട്ടെന്ന് ചോദിക്കുകയാണ്, ആർട്ടിക്കിൾ 10 എന്താ ഓർമ്മയുണ്ടോ? 14 എന്താ? മറന്നു പോകാൻ പാടില്ലേ? ആ സമയത്ത് ഒരു മാത്സിന്റെ ചോദ്യത്തിന്റെ ടെക്നിക്ക് പിടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലും ചെയ്യാൻ പറ്റും. സോ മാത്സിൽ 1 മാർക്കും കളയരുത്, റീസണിങ്ങിലെ മെന്റൽ എബിലിറ്റിയിൽ 1 മാർക്കും കളയരുത്, അതുപോലെ തന്നെ ഈ ജനാരോഗ്യത്തിലെ 1 മാർക്കും കളയരുത്. ഇനി മെയിൻസിൽ വരുന്ന മേജർ വ്യത്യാസമാണ് എന്ത്? ഇവിടെ മാർക്കുകൾ കുറവാ. ഇവിടെ 5 മാർക്ക് വെച്ചിട്ടേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിനുള്ളൂ. ഇനി സ്വാതന്ത്ര്യ സമയത്തിലെ ബാക്കി എക്കണോമിക്സിന് 5 മാർക്കേ ഉള്ളൂ, പൊളിറ്റിക്ക് 5 മാർക്കേ ഉള്ളൂ. താഴോട്ട് പോയാൽ ഓരോന്നിനും 5 മാർക്ക് വെച്ചേ ഉള്ളൂ. കേരള ജോഗ്രഫിക്ക് മാത്രമാണ് ഇവിടെ ഒരു 10 മാർക്ക് വരുന്നത്. ബാക്കി എല്ലാത്തിനും 5 മാർക്കേ ഉള്ളൂ. പക്ഷെ പ്രിലിംസിന്റെ സിലബസിന് ഇതിനെല്ലാത്തിനും 10 മാർക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വ്യത്യാസം മനസ്സിലാക്കുക. പക്ഷെ എന്തിലും വ്യത്യാസം വരുന്നില്ല. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസം വരുന്നില്ല. മാത്സിലോ റീസണിങ്ങിലോ വ്യത്യാസം വരുന്നില്ല. അവർക്ക് 10 മാർക്ക് വെച്ചിട്ട് തന്നെയാണ്. സോ ഈ ഡിവിഷൻ മനസ്സിലാക്കി പഠിക്കുക. ഇനിയുള്ളത് എത്ര ദിവസം? ഇനി നിങ്ങൾക്ക് എത്ര പേർക്ക് കട്ട് ഓഫ് അറിയാം? ഏകദേശം 80 മാർക്കിന്റെ അടുത്ത കട്ട് ഓഫ് വരിക. ഏകദേശം 80 മാർക്കിന്റെ അടുത്താണ് കട്ട് ഓഫ് വരിക. ഈ 80 മാർക്കിന്റെ അടുത്ത് കട്ട് ഓഫ് കിട്ടണമെങ്കിൽ 3000 ഒഴിവൊക്കെ വിളിക്കും. സംഭവമൊക്കെ ശരിയാ.
3000 പ്ലസ് ഒക്കെ വിളിക്കും. കഥയൊക്കെ ഓക്കെയാ, ഞാൻ പറയുന്നതിലൊക്കെ തള്ളിലൊക്കെ കാര്യമുണ്ട്. ആ ഒഴിവിലേക്ക് കയറണമെങ്കിൽ ഈ കട്ട് ഓഫ് കയറണ്ടേ? ഈ കട്ട് ഓഫിൽ നിന്ന് പ്ലസ് 10 മാർക്ക് കിട്ടണ്ടേ? ഒരു 90 മാർക്കിനടുത്ത് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു വിഷയം പോലും കളയാതെ വ്യക്തമായ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കണം. ഈ 75 ഡേയ്സിനെ എങ്ങനെ പഠിക്കാം? അതിലെങ്ങനെ ഫസ്റ്റ് റിവിഷൻ എങ്ങനെ ചെയ്യാം, സെക്കൻഡ് റിവിഷൻ എങ്ങനെ ചെയ്യാം, ലാസ്റ്റ് 10 ദിവസത്തിനെ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് വിനിയോഗിക്കാം, എത്ര മോക്ക് ടെസ്റ്റുകൾ എടുക്കണം, ഇതെല്ലാം അറിയാതെ ഇത് പഠിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു 10ാം ക്ലാസ്സുകാരൻ്റെയും പ്ലസ് 2കാരൻ്റെയും സ്വപ്നമാണ് എന്ത്? ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? കമ്പനി ബോർഡ് LGS തന്നെയാണ്. കാര്യം എന്താ? ഒഴിവുകളുടെ എണ്ണം കൂടുതലാണ്, കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എടോ, ഇതിൽ കയറിയിട്ട് നിങ്ങൾ LDC എഴുതിക്കോ, നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എഴുതിക്കോ, നിങ്ങൾ UPSC പഠിച്ചോ, എവിടെയും ഒന്ന് കയറി പറ്റണ്ടേ? പഠിക്കുക. ബെസ്റ്റ് സ്ഥലമാണ് ഇത് കമ്പനി ബോർഡ് LGS. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് തരുന്നത് എന്താ? ഇതെല്ലാം പഠിക്കാനുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേ ഞങ്ങൾക്ക് തരാനുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, റിവിഷൻ ക്ലാസ്സസ് പ്രത്യേകം ഉണ്ടാവും. ലൈവ് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. പരീക്ഷ എങ്ങനെയാണെന്ന് മാത്രമായിരിക്കും പറഞ്ഞു തരിക. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഒരു മെന്റർ ഉണ്ടാവും. മെന്റർ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ടാവും, നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുന്ന കമ്പനി ബോർഡ് LGSന്റെ എക്സാം ആണ്. ഇനി ഈ LGSൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ബാച്ചിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 70 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ്. ഇനി വരാൻ പോകുന്ന 18ാം തീയതി പരീക്ഷ. ഇനി 75 ദിവസമേ ഉള്ളൂ. 70 ദിവസത്തെ ബാച്ച് തുടങ്ങാൻ പോവാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന ഈ ചെറിയ പൈസ നിങ്ങൾ ഈ 70 ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം മാറും. മാറ്റി വെച്ചില്ലെങ്കിലോ എന്തായാലും ഒന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ ചിലപ്പോൾ ജീവിതം മാറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൂടെ? ഈ പൈസ ഒന്നും നിങ്ങളുടെ ഒരു പൈസ അല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ റീചാർജ് ചെയ്യുന്നതും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നതും ട്രിപ്പ് പോകുന്നതും വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഈ 70 ദിവസത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ട്രൈ ചെയ്യുക, പഠിക്കുക. വ്യക്തമായ സിലബസ് സ്ട്രാറ്റജിയോടുകൂടി, വ്യക്തമായ ടൈം ടേബിളോടുകൂടി ഇനിയും വീഡിയോസ് വരുന്നുണ്ടാവും. ഇതിൽ ഞങ്ങൾ ഇനി കട്ട് ഓഫുകൾ പറഞ്ഞു തരുന്നുണ്ടാവും, അഡ്വൈസ് പറഞ്ഞു തരുന്നുണ്ടാവും, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന സ്ഥലം, ബയോളജിയുടെ ഒക്കെ വീഡിയോസ് ഇനി തുരതുരാ വരുന്നുണ്ടാവും. ഇതിനൊന്നും കാത്തു നിൽക്കണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ഞങ്ങളുടെ ടീം സെറ്റാണ്. നിങ്ങൾ സെറ്റാണോ? നമുക്ക് കാണാം. മെന്റർഷിപ്പ് ബാച്ചിലും ലൈവ് ക്ലാസ്സിലും ഞാനും ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. Download now. CC Learning App.